ഞാനൊരു അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. എൻ്റെ വിശ്വാസം അതായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ജനങ്ങളെ വഞ്ചിപ്പിക്കരുത്, കബളിപ്പിക്കരുത്. രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അവിടെയുള്ള മലയാളികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം. അതാരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. We are here to meet the nuns, to express solidarity with them, with the Christian community and with women all over India, because the nuns have been so badly humiliated. They have been so unfairly treated. So we are here to express our solidarity. നമസ്കാരം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ ഒന്നും പറയാതെ BJP സർക്കാരും നേതാക്കളും. മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ന്യായവും പറയാനില്ലാത്ത രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയുമൊക്കെ ആർക്കൊപ്പമാണ് എന്ന് ഇന്ന് വ്യക്തമായി. മനുഷ്യത്വം മരുന്നിന് പോലും ഇല്ലാത്തവർ കന്യാസ്ത്രീകളിലൂടെ സഭയുടെ മേൽ തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ കുരുക്ക് മുറുക്കുകയാണ്. ബജ്രംഗ് ദളിൻ്റെ ആക്ഷേപങ്ങൾക്കൊപ്പം കൂടി സർക്കാർ നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് ഗീർവാണം മുഴക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ BJP. കൂട്ടത്തിൽ ഛത്തീസ്ഗഡിലെ മുൻ കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രവർത്തികൾ കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഇരട്ടമുഖവും വെളിപ്പെടുന്നുണ്ട്. മതപരിവർത്തനത്തിൻ്റെ പേരിലും മനുഷ്യക്കടത്തിൻ്റെ പേരിലും സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തി ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതിന് എതിരെ സഭകൾ പോലും ശബ്ദമുയർത്തുമ്പോൾ BJP ആരെയാണ് സംശയത്തിൻ്റെ മുൾമുനയിൽ കൊണ്ടുചെന്ന് നിർത്തുന്നത്? രാജ്ഭവൻ മാർച്ചിലേക്ക് തയ്യാറെടുക്കുന്ന ആർച്ച് ബിഷപ്പുമാരുടെ തീരുമാനം വിശ്വാസ സമൂഹങ്ങളുടെ സാവകാശമായ മറുപടിയാണ്. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ കാലുപിടിച്ചും നേർച്ച നേർന്നും കേക്ക് മുറിച്ചും പള്ളികൾ കയറിയിറങ്ങിയ ക്രൈസ്തവർക്കൊപ്പം നിന്ന് ചെവി കടിച്ചവർ ഇപ്പോൾ വിശ്വാസ സമുദായങ്ങളെ പേടിപ്പിച്ച് തീവ്ര വർഗീയവാദികൾക്ക് കുടപിടിക്കുന്നവരുടെ യഥാർത്ഥ മുഖം സമൂഹം തിരിച്ചറിയുന്നു. ആടിൻ്റെ വേഷത്തിൽ ചെന്നായയുടെ പണിയെടുക്കുന്നവരുടെ മുഖം വലിച്ചു കീറാൻ ഒരുങ്ങുകയാണ് സഭയുടെ തലപ്പത്തുള്ളവർ. അതിനിടയിൽ കന്യാസ്ത്രീകളെ കാണാനെത്തിയ BJP പ്രതിനിധിയെ അതിരാവിലെ തന്നെ അതിന് അനുവാദം നൽകി. UDF പ്രതിനിധികൾക്കും LDFകാർക്കും നന്നെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇടത് നേതാക്കൾക്ക് ഇന്ന് ദുർഗിൽ തന്നെ തുടർന്ന് നാളെ അനുവാദം കിട്ടൂ. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. കന്യാസ്ത്രീകളെ മുൻനിർത്തി ബജ്രംഗ് ദളിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് ബലം കൊടുക്കുകയാണോ BJP? പാവപ്പെട്ട കന്യാസ്ത്രീകളും അവരുടെ കാരുണ്യത്തിൽ പഠിക്കാനും തൊഴിലെടുക്കാനും പുറപ്പെട്ട പാവങ്ങളും ഇനി എന്തു ചെയ്യും? കടുത്ത വകുപ്പുകൾ ചുമത്തി ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ട് സ്റ്റാൻ സ്വാമിയുടെയും മറ്റും പാതയിലേക്ക് പാവപ്പെട്ട കന്യാസ്ത്രീകളെ തള്ളിവിടുകയാണോ ഇവർ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. വിശ്വസിച്ചവരെ ക്രൂശിക്കുന്നവർ ആര്? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് നിതീഷ് നാരായണൻ, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, അൽമായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഷൈജു ആന്റണി എന്നിവർ. ഏറ്റവും ആദ്യം ഷാബു പ്രസാദ്, താങ്കളോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ദൃശ്യം കൂടി താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നമുക്കതൊന്ന് കണ്ടിട്ട് ആ ചോദ്യത്തിലേക്ക് വരാം. To follow Jesus, no turning back, no turning back. The world behind me, the cross behind
छोड़ने आया बेचने आया है, यही काम कर नहीं देती हूँ, बाहर खींच के ले जाके मारूंगी, बता देती हूँ रोड में। देखो तो फाइल है, देखो फाइल को क्या समझ है, बोलोगे लगाओ, बोलेगा तो मुंह तोड़ दूंगी। ശ്രീ ഷാബു പ്രസാദ്, ഇത് ഇന്ന് ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൃശ്യമാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളോട് ഒരു സ്ത്രീ പെരുമാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ കന്യാസ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്ന ആ യുവതി യുവാക്കളോട് അവരുടെ ബാഗ് പരിശോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒപ്പം അവരുടെ ശരീരഭാഷയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് താങ്കൾക്ക് സഹിക്കാനാവുന്ന കാഴ്ചയാണോ? കേരളത്തിലാണെങ്കിൽ ഇങ്ങനൊരു കാഴ്ച നമുക്ക് അനുവദിക്കാനാകുമോ? എന്താണ് സംഭവിക്കുക? ഇതിൻ്റെ പേരിൽ ആക്രമണം നേരിട്ട് ആ കന്യാസ്ത്രീകൾ ഇപ്പോൾ കൽത്തുറുങ്കിലാണ്, ജാമ്യവുമില്ലാത്ത അവസ്ഥ. അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തിയതാണ് കുറ്റം എന്നാണ്. എന്താണ് ഇന്ന് ഈ മണിക്കൂറുകൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പറയാനുള്ള ഉത്തരം? കേരളത്തിലാണെങ്കിൽ ഇതിങ്ങനെ ആവുമോ എന്നാണ്. കേരളത്തിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയാവില്ല. ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നുകളയും, അത്രേ സംഭവിക്കൂ. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ആദിവാസി, ഒരു ഇത്തിരി ഭക്ഷണം മോഷ്ടിച്ചപ്പോഴും പിന്നെ ജയരാജന്റെ കാറിനാരോ കല്ലെറിഞ്ഞു എന്ന് കണ്ടപ്പോഴും ഒക്കെ നമ്മളതവിടെ കണ്ടതാണ്. എന്തായാലും കേരളത്തിലെ പോലെ ഭയാനകമായി ഒരുപക്ഷെ ലോകത്തൊരിടത്തും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ ആ പറഞ്ഞത് കറക്റ്റാണ്. കേരളത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്, ശരിയായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഛത്തീസ്ഗഡിൽ ഇപ്പൊ സംഭവിച്ച കാര്യം, ഈ കന്യാസ്ത്രീകളെ അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? ജുഡീഷ്യലി റിമാൻഡ് ചെയ്തിരിക്കുന്നത് സർക്കാരാണ്, അല്ലല്ലോ, കോടതിയല്ലേ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയായി, ഇപ്പൊ 2-3 ദിവസമായി ഈ പറയുന്നവരാരെങ്കിലും എന്താണ് അവർ ജാമ്യത്തിന് മൂവ് ചെയ്യാത്തത് ശരിയായ രീതിയിൽ? ഇനിയും ജാമ്യം പതുക്കെ ആലോചിക്കുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും അറിഞ്ഞില്ല, സീരിയസ് ആയി ആരും അവരെ പുറത്തിറക്കാനുള്ള ജാമ്യത്തിന് വേണ്ടിയിട്ട് മൂവ് ചെയ്തതായിട്ട് അറിവില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് തരത്തിൽ ശരിയായതും അല്ലാത്തതുമായിട്ടുള്ള കേസുകള്, അറസ്റ്റുകള്, റിമാൻഡുകള് ഒക്കെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് നടക്കുന്നു, കേരളത്തിലും നടക്കുന്നു. ഓരോ കേസിലും നിങ്ങൾക്ക് ഇതേപോലെ താല്പര്യം ഉണ്ടാകുന്നു. അവിടെ 2 കന്യാസ്ത്രീകൾ ആയതുകൊണ്ട് മാത്രമല്ലേ ഇത്ര വലിയ ചർച്ചയും ഇത്ര വലിയ ബഹളമൊക്കെ ഉണ്ടായത്? ആ കോവിഡ് കാലത്ത് ആണെന്ന് തോന്നുന്നു, ഇവിടെ മഹാരാഷ്ട്രയില് ഒരു ഹിന്ദു സന്യാസിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നപ്പോൾ ഇവിടെ ഏതെങ്കിലും മാധ്യമങ്ങളോ നിങ്ങളോ ചർച്ച ചെയ്തോ? കാഞ്ചി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് തെക്ക് വടക്ക് നടത്തി ഒരു കുറ്റവാളിയെ പോലെ കൊണ്ട് നടത്തിയിട്ട് അവസാനം ഒന്നുമില്ലാതെ അത് ക്വാഷ് ചെയ്യായിരുന്നു ആ കേസ്. അന്നും മാധ്യമങ്ങളുടെ ഈ താല്പര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ. അപ്പോ അതായത് ഇത് ചർച്ച ചെയ്യണ്ട എന്നാണോ, അതോ അന്ന് അതും ചർച്ച ചെയ്യേണ്ടിയിരുന്നു എന്നാണോ താങ്കൾ ആവശ്യപ്പെടുന്നത്? അല്ല, അപ്പോൾ കാണാത്ത പ്രത്യേക താല്പര്യം ഇപ്പോൾ കാണുന്നു, അതിന്റെ പിന്നിലെ താല്പര്യം, അത്രയും ഞാൻ പറഞ്ഞു. അതാണ് പറഞ്ഞത്. അന്ന് ഒരു എംപിമാരും പെട്ടിയും തൂക്കിയെടുത്ത് തെക്ക് വടക്ക് മഹാരാഷ്ട്രയിലോട്ട് ഓടുന്നതൊന്നും ഞങ്ങൾ കണ്ടില്ല. അല്ല, ഇതിപ്പോ ഇവരുടെ ജാമ്യത്തിൽ, ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിൽ ആർക്കോ താല്പര്യമില്ല എന്നൊക്കെ താങ്കൾ പറയുന്നത് കേട്ടു. ഏതാണ്ട് സമാനമായ ഭാഷയിൽ തന്നെയാണ് അല്പം മുമ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംസാരിച്ചത്. അദ്ദേഹം പക്ഷേ ആർക്കാണ് താല്പര്യമില്ലാത്തത് ഇവരെ ജാമ്യത്തിലെടുക്കാൻ എന്നുള്ളത് വ്യക്തമാക്കിയില്ല. പക്ഷെ അത് സൂചന എങ്ങോട്ടേക്കാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ക്രൈസ്തവ സമൂഹം പോലും, അല്ലെങ്കിൽ CBCI പോലുള്ളവർ പോലും ഇത് വല്ലാതെ ബഹളം കൂട്ടി കോലാഹലം ഉണ്ടാക്കി ഇതിൻ്റെ പേരിൽ മുതലെടുക്കാൻ പോകുന്നു എന്ന സൂചനയാണല്ലോ ഈ പറയുന്നതിലൊക്കെ വരുന്നത്. ഈ BJP എന്തിനാണ് ഇന്ന് ഇവർക്ക് വേണ്ടി ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആൻ്റണിയും ഒക്കെ
ഇന്ന് പോയി മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ പറഞ്ഞത്, ഛത്തീസ്ഗഡിൽ പോയി നാടകമൊക്കെ കളിച്ചത്. അവർ കൂടെയുണ്ടെങ്കിൽ അവർക്ക് ജാമ്യമെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഒപ്പം അവിടുത്തെ സർക്കാർ BJPയുടേതാണല്ലോ. ആ BJP സർക്കാരിന് ഈ തെറ്റുപറ്റിയ കാര്യങ്ങൾ തിരുത്തി കോടതിയിൽ അറിയിക്കാമല്ലോ, ഇവർക്ക് ജാമ്യം കിട്ടുമല്ലോ. അല്ല, ഞാനതല്ല പറഞ്ഞത്. ഈ പറഞ്ഞാൽ ആരെയാണ് സൂചിപ്പിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അതൊക്കെ മാറ്റി നിർത്തൂ. ഞാൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമല്ലേ ലാലെ? ഈ ബഹളം വെക്കുന്നവർ ആരെങ്കിലും സീരിയസ് ആയി കോടതിയിൽ അവർക്ക് നിയമത്തിന്റെ വഴിയിൽ ജാമ്യം കിട്ടാനുള്ളത് എന്ത് കാര്യങ്ങളും ചെയ്തു. പിന്നെ അനൂപ് ആന്റണി അവിടെ പോയത്, ഇവിടെ അവിടെ നടന്ന ഒരു പ്രാദേശിക സംഭവത്തിന്റെ പേരിൽ ഈ കേരളത്തിൽ ഇത്ര ഭീകരമായ രീതിയിൽ ഇവിടെ ദുഷ്പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയണം. ഇനിയും അവിടെ അതല്ല, ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചല്ലോ, ഇത് കന്യാസ്ത്രീകളായതുകൊണ്ടാണ് ഇവിടെ ചിലർക്ക് താല്പര്യം. അതാണ് നിങ്ങളുടെയും പ്രശ്നം, അല്ലെങ്കിൽ BJPയുടെ പ്രശ്നം അതാണ്. കന്യാസ്ത്രീകളായതുകൊണ്ട് പേടിച്ചു, നിങ്ങൾ ഞെട്ടിപ്പോയി. തൃശ്ശൂരിൽ ഇന്ന് രൂപതക്കാരെല്ലാവരും കൂടി റോഡിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് കിട്ടിയ ഒരു പിന്തുണ ഇല്ലാതാകുന്ന ഒരു കരുതി ഓടിയതാണ്, ഛത്തീസ്ഗഡിലേക്ക് ഓടിപ്പോയതാണ്. എന്തോ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി. ബാധ്യത എന്താണ്, അതിന്റെ അകത്തെ വാസ്തവങ്ങൾ അറിയേണ്ട ബാധ്യത, അതിന്റെ ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ട്. അവരത് ചെയ്യും. അതിനെ പേടി എന്നല്ല പറയേണ്ടത്, അതിനെ റെസ്പോൺസിബിലിറ്റി എന്നാ പറയുന്നത്. നിങ്ങൾക്കതിനെ പേടി എന്ന് പറയാം, അത്രേ ഉള്ളൂ. കാര്യം സുരേഷ് ഗോപി ഇവിടെ നിന്ന് ഒരു MP താമര ചിഹ്നത്തിൽ ഈ വലിയൊരു ക്രൈസ്തവ സമൂഹത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ഇവിടെ നിന്ന് ജയിച്ചു പോയത് ഇപ്പോഴും മാനസികമായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലാതെ ഓർക്കുമ്പോ തന്നെ നിങ്ങളുടെ സമനില നഷ്ടപ്പെടും. ഞങ്ങൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് അവർ റോഡിൽ ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ഈ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില ലഡു പൊട്ടിയത്. നിങ്ങൾ ഓടിപ്പോയി, ലഡുവല്ല പൊട്ടിയത്. എന്തായാലും അങ്ങനെ നിങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് പോയത്. അവിടെ ഛത്തീസ്ഗഡിൽ എത്തിയിട്ട് പക്ഷേ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല, BJP ചെയ്യേണ്ടത് ഇതല്ല. അവിടുത്തെ നിങ്ങളുടെ സർക്കാരിനോട് പറഞ്ഞ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. എന്റെ ലാലെ, BJP എന്താണ് ചെയ്യേണ്ടത് എന്ന് വൃത്തിയായിട്ട് ചെയ്യാൻ അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് BJP കഴിഞ്ഞ 10-12 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്നതും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സമനില നഷ്ടപ്പെടുന്നതും മാതിരി കേരളത്തിൽ പോലും BJP മുന്നേറ്റം നടത്തുന്നതും ഇവിടെ നിന്ന് ഒരു MP ജയിച്ചു പോകുന്നതും 20% വോട്ട് ലഭിക്കുന്നതും ഇനിയും വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ദൃശ്യം കാണിച്ചല്ലോ. ആ സ്ത്രീ അവിടെ ഈ 2 കന്യാസ്ത്രീകളോട് പെരുമാറുന്നത് നമ്മൾ കണ്ടല്ലോ. ഇതാണ് BJP കഴിഞ്ഞ 12 വർഷമായി നേടിയ നേട്ടം. ഈ രാജ്യത്ത് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്കും ഇങ്ങനെ അവർക്കൊപ്പം ആരുടെയെങ്കിലും കൂടെ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഏതെങ്കിലും സ്ത്രീകൾ വന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇതുപോലെ അകത്താക്കും. അതാണ് നേടിയത്. BJP ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുത്ത് ഒഴുകി തിന്നുന്നാണല്ലോ ഈ പറയുന്നത്. എന്നിട്ട് നിങ്ങളൊക്കെ എന്തൊലക്കെയാ ഉണ്ടാക്കിയത്? ഇത് ഒരു ഓട്ടോയ്ക്ക് സത്യം പറഞ്ഞ നിങ്ങളുണ്ടാക്കിയ ഉലക്കയാണല്ലോ ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങളുണ്ടാക്കിയ ഉലക്കയാണല്ലോ ഇപ്പോൾ ഈ എടുത്ത് കാണിക്കുന്നത്. 12 കൊല്ലത്തെ ഉലക്കയാണ് ഇപ്പൊ കണ്ടത്. എനിക്ക് തന്നെ വളരെ ദയനീയമായിട്ട് തോന്നി. ഒരു സമയത്ത് പാർലമെന്റിലെ പ്രധാന പ്രതിപക്ഷമായിരുന്ന ഈ 2-3 സംസ്ഥാനങ്ങള് വൻ ഭൂരിപക്ഷത്തോടെ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ MP-മാരെ 4 പേര് അവരാണ് പോയിരിക്കുന്നത് അങ്ങോട്ട്. അവരാണ് ഈ ഒരു അവസ്ഥ എത്തിയ നിങ്ങളോട് എനിക്ക് വളരെ സഹതാപമായി തോന്നുന്നു. അതായത് നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഒരു മാന്യൻ എന്ന് പറഞ്ഞതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. യേശുക്രിസ്തുവിനോട് ചോദിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളല്ല, എന്നാലും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം പോയി അവിടെ മന്ത്രിയായിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇന്ന് ചോദിച്ചത് ഈ പിതാക്കന്മാരോട് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ പോയി ക്രിസ്തുവിനോട് ചോദിക്കൂ. മറ്റൊരു മഹാൻ പറഞ്ഞത് എന്താണെന്ന് രാവിലെ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, കൈരളി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? പ്രാർത്ഥിക്കൂ, ഞാനും പ്രാർത്ഥിക്കാം ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എന്ന് ഈ സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷൻ പറഞ്ഞതാണ്. അത് കൈരളി TVക്ക് അവരർഹിക്കുന്ന മറുപടി കിട്ടും. പിന്നെ ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത കഥ പറഞ്ഞല്ലോ, അങ്ങോട്ട് കെട്ടിയെടുത്ത് പോയ എത്ര എണ്ണത്തിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്? A. റഹീമിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണോ? ജോൺ ബ്രിട്ടാസിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. പക്ഷെ അവർ പറയുന്ന മറുപടിയാണല്ലോ, ജോൺ ബ്രിട്ടാസിനെ ജനങ്ങൾ തിരഞ്ഞെടുത്താണോ ഇല്ലെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ നമ്മൾ പൊതുജനത്തിന്റെ കമന്റ് നമ്മൾ കാണുന്നുണ്ടല്ലോ.
നാട്ടുകാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ക്രിസ്തുവിനോട് ചോദിക്കാനല്ല ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. ഈ പറഞ്ഞ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നല്ലവണ്ണം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇനിയും തുടർന്ന് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും. മറുപടി ഇല്ലാത്തവരാണ് ദൈവത്തോട് ചോദിക്കാൻ പറയുന്നത്. അതായത് ജോൺ ബ്രിട്ടാസിനെ കളിയാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഈ കന്യാസ്ത്രീകളുടെ പേരിൽ ഒരു മുതലെടുപ്പ് നടത്താനും സാധിക്കില്ല സാർ. ഞാൻ വരാം. ഒരു മിനിറ്റ് നിതീഷ് താങ്കളിലേക്കാണ് വരുന്നത്. നിതീഷ് നാരായണൻ ഇപ്പം പറഞ്ഞത് കേട്ടല്ലോ. 4 MP-മാർ പോയി അവിടെ പോയി എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഈ ഛത്തീസ്ഗഡിൽ പോയി ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി പോയി ചോദ്യങ്ങൾ ചോദിച്ച അവിടെ പോലീസുകാരുടെ ഈ അധിക്ഷേപങ്ങൾ സഹിച്ച് ഇന്നും അവിടെ ആ ദുർഗിൽ കഴിയുന്ന അവിടെ ആ പാവപ്പെട്ട സമൂഹങ്ങൾക്ക് വേണ്ടി അവിടെ ഈ രാത്രിയിൽ അവിടെ കഴിയുന്ന MP-മാരെയാണ് ഈ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. എന്താണ് ഈ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിതീഷ്? തീർച്ചയായിട്ടും സംഘപരിവാരത്തിന് പ്രയാസമുണ്ടാകും. മനുഷ്യരുടെ വളരെ ജനുവനായിട്ടുള്ള വിഷയങ്ങളിൽ ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന, മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന, വർഗീയതക്കെതിരായിട്ട് സമരം ചെയ്യുന്ന ആളുകൾ അണിനിരക്കുമ്പോൾ അതിൽ പ്രകോപിതരാകും സംഘപരിവാരം എന്നുള്ളത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആളുകളെ ജാതിയുടെ പേരിൽ തല്ലിക്കൊല്ലാനാണ് പോയിരുന്നതെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ കൈയടിച്ചതിനെ അംഗീകരിച്ചേനെ. അതാണല്ലോ അവരുടെ ചരിത്രം. ഗുജറാത്തിൽ കൂട്ടക്കൊല കേസിൽ, വംശഹത്യാ കേസിൽ, ബലാത്സംഗ കേസിൽ ജയിലിൽ കടന്ന് പുറത്തു വന്ന ആളുകളെ സനാതന ഹിന്ദുക്കൾ എന്ന് വിളിച്ച് മാലയിട്ട് സ്വീകരിച്ച ആളുകളാണ്. അവർ മാലയിട്ട് സ്വീകരിക്കും. ആർക്ക്? ബലാത്സംഗികൾക്ക്, കൊലപാതകികൾക്ക്, വംശഹത്യയെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ആളുകൾക്ക്. മനുഷ്യർ വേദനിക്കുന്നിടങ്ങളിലേക്ക്, മനുഷ്യർ വേട്ടയാടപ്പെടുന്നിടങ്ങളിലേക്ക് ഓടിയെത്തുന്ന മനുഷ്യരെ ഇവർ പുച്ഛിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം ഈ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരമൊരു അംഗീകാരത്തിന് കാത്തു നിന്നിട്ടല്ലല്ലോ, അവരുടെ കയ്യടിക്ക് പ്രതീക്ഷിച്ചു കൊണ്ടല്ലല്ലോ ഇടതുപക്ഷം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഒരു ആദിവാസി യുവാവിന് മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഈ നാട്ടിലെ ഭ്രാന്ത് പിടിച്ച ചിലർ, ഒരു കൂട്ടം ആളുകൾ ഇത്തരം ഒരു ഭ്രാന്ത് ഈ നാട്ടിൽ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ കൂടെയല്ല ഈ നാട് നിന്നത്. ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിന്നത് ആ ഭ്രാന്തൻ ആൾക്കൂട്ടത്തിൻ്റെ കൂടെയല്ല, മറിച്ച് അവിടെ ഇരയായ കൊല്ലപ്പെട്ടിട്ടുള്ള മനുഷ്യൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ നാടിൻ്റെ ബോധത്തെ കാണിക്കുകയാണ്, ഈ നാടിൻ്റെ ഒരു ജാഗ്രതയെ കാണിക്കുകയാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരിടത്ത് ഇത്തരത്തിലുള്ള ഭ്രാന്തൻ സംഘം, ഇത്തരത്തിലുള്ള മനുഷ്യവേട്ടക്കാർ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രചാരകർ ഇങ്ങനെ തെരുവിലിറങ്ങാൻ ധൈര്യപ്പെട്ടാൽ അവർക്കെതിരായിട്ട് ഈ നാട് ഒന്നടങ്കം ഹൃദയം ചേർത്ത് വെച്ച് പ്രതിരോധിക്കും എന്നുള്ളതിൻ്റെ അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞൊരു 5 പതിറ്റാണ്ട് കാലമായിട്ട് അല്ലെങ്കിൽ 7 പതിറ്റാണ്ട് കാലമായിട്ട് ഈ രാജ്യത്തെ മിഷനറി പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കണ്ടറിയുന്നവരല്ലേ നമ്മൾ. രാജ്യത്ത് മനുഷ്യക്കടത്ത് നടത്തിയവരാണോ ഇവിടുത്തെ മിഷനറിമാർ? നിങ്ങൾ കണക്ക് പറ. എത്ര മനുഷ്യക്കടത്ത് കേസിൽ ഇവിടുത്തെ മിഷനറിമാരെ കുറ്റക്കാരാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? മതപരിവർത്തനമാണോ മിഷനറി പ്രവർത്തനമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല എന്നുള്ളത് നമ്മുടെ യാഥാർത്ഥ്യമല്ലേ. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്ന 2 നഴ്സുമാരുണ്ടല്ലോ, 2 ഈ പറയുന്ന കന്യാസ്ത്രീകളുണ്ടല്ലോ, അവർ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, എന്തായിരുന്നു അവരുടെ പൂർവ്വകാല ചരിത്രം? അറിയാത്തതാണോ ഈ നാടിന്? അവിടെ ആദിവാസി മേഖലയിൽ ഛത്തീസ്ഗഡിലെ ആദിവാസികൾ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ, ദാരിദ്ര്യത്തിൽ, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നതിൽ, ഇതെല്ലാം അനുഭവിക്കുന്ന ആളുകളാണ്. അവർക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റെക്കോർഡുള്ള 2 സിസ്റ്റർമാരല്ലേ ഇപ്പോൾ ജയിലിനകത്തുള്ളത്. അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് സാമാന്യ മര്യാദയല്ലേ? അവരെന്താ എവിടുന്നെങ്കിലും പൊട്ടിമുളച്ച് ഇന്നലെ വന്ന ആളുകളാണോ? അല്ല. അവിടെ പക്ഷേ അതിൻ്റെ കൂടെ നിൽക്കില്ല. എന്തുകൊണ്ട് നിൽക്കില്ല? ഇതിനൊരു ചരിത്രമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നല്ല ഛത്തീസ്ഗഡിൽ നടന്നിട്ടുണ്ടായത്. ഡോക്ടർ റാൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചൈതി ബായി എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദളിത് ക്രിസ്ത്യൻ ആദിവാസി സ്ത്രീയാണ് ഈ ചൈതി ബായി. ചൈതി ബായിയുടെ
ശവക്കുഴി തോണ്ടി പുറത്തെടുത്ത, ഇവിടെ ഭോജ്രാജ് നാഗ് എന്ന് പറയുന്ന BJP MLA കൂടി സാന്നിധ്യത്തിൽ ശവക്കുഴി തോണ്ടി പുറത്തെടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് മരിച്ച, അതായത് മനുഷ്യരുടെ മൃതശരീരത്തോട് പോലും ഈ അവഗണന കാണിക്കുന്ന, ക്രൂരത കാണിക്കുന്ന ആളുകളാണ്. അതിൽ മാത്രം തീരുന്നൊന്നുമില്ല. ദുല്ലാരി ഭട്ട എന്ന് പറയുന്ന ക്രിസ്ത്യൻ ആദിവാസി, അദ്ദേഹത്തിൻ്റെ ശവക്കുഴി തോണ്ടിയിട്ടുണ്ട് ഇതേ ഛത്തീസ്ഗഡിൽ. സുഭാഷ് ബാഘേൽ എന്ന് പറയുന്നൊരു ക്രൈസ്തവ പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരുന്ന ആൾ. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഛത്തീസ്ഗഡിൽ മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നാരായൺപൂർ ജില്ലയിലെ 18 പള്ളികളാണ് ആക്രമിച്ചത്. 18, ഒറ്റ ജില്ലയിൽ 18 പള്ളികൾ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതാണോ? അല്ല, ഇത് സംഘപരിവാരത്തിൻ്റെ, സവർണ ഹിന്ദുത്വത്തിൻ്റെ, ബ്രാഹ്മണിസത്തിൻ്റെ ഏകശിലാത്മകമായിട്ടുള്ള വിവേചനത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു രാഷ്ട്രഭാവനയുടെ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ, ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം എന്താണ് ഇവരെടുക്കുന്ന സമീപനം എന്നുള്ളത്. ആട്ടും തോലണിഞ്ഞിട്ട് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അത് വിചാരധാരയിൽ പറയുന്നുണ്ട്. ആഭ്യന്തര ശത്രുക്കളെ എണ്ണുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് എണ്ണുന്നത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയാണ്. എങ്ങനെയെല്ലാം വേട്ടയാടിയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. 1997 ഐക്യരാഷ്ട്രസഭ ഒരു പ്രത്യേക ദൂതനെ വെച്ചുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അന്വേഷണം, ആക്രമണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ പറയുന്നുണ്ട്, നൂറ്റാണ്ടുകളായിട്ട് രാജ്യത്ത് വളരെ സമാധാനപരമായിട്ട് സൗഹാർദ്ദത്തിൽ ജീവിച്ചു വരുന്നവരാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. എന്നാൽ അടുത്തിടെ അത്തരം മേഖലകളിൽ സംഘർഷം ഉയർന്നു വരികയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പല കണക്കുകൾ ഈ ലോകത്തിൻ്റെ മുന്നിൽ വച്ചിട്ടുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിയുടെ 1997 കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നുണ്ട്, ഒരു വർഷം 114 ആക്രമണമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ മാത്രം നടന്നിട്ടുള്ളത് എന്നുള്ളത്. എന്താ ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം എന്ന് മാത്രമേ ഉള്ളൂ, രാജ്യത്ത് സംഘപരിവാരം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മതരാഷ്ട്രമുണ്ട്. ആ മതരാഷ്ട്രം അങ്ങേയറ്റം വിവേചനപരമാണ്. വിദ്വേഷത്തിലും വെറുപ്പിലുമാണത് കെട്ടിപ്പടുക്കുന്നത്. അത് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലയിടങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട്, ചിലയിടങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് 2 കന്യാസ്ത്രീകളെ കാണുന്ന സമയത്ത് ബജ്രംഗ് ദളിൻ്റെ ആൾക്കൂട്ടത്തിന് പേ പിടിക്കുന്നത് ഛത്തീസ്ഗഡിൽ? ശരി, ഒരു സംശയത്തിൻ്റെ പുറത്തിൽ ചോദ്യം ചെയ്തു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ഒരു 2 ആളുകളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആദ്യം ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തുന്നത് ബജ്രംഗ് ദളിൻ്റെ ആളുകളാവുന്നത്? അവർ ആക്രോശിക്കുന്നത്, ആ ആക്രോശത്തിന് എല്ലാ സൗകര്യവും ആ നാട്ടിൽ കൊടുത്തു വെക്കുന്നത് ഇതൊരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല, മറിച്ച് പതിറ്റാണ്ടുകളായിട്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടു. കാന്തമാലിൽ നമ്മൾ കണ്ടു ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തിമൂത്തിയെയും ചുട്ടുകൊന്നിട്ടുള്ള ക്രൂരതയിൽ. ഈ രാജ്യം കണ്ടു ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ജീവിതം മുഴുവൻ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനെ എങ്ങനെയാണ് വേട്ടയാടിയിട്ട് ഈ ഭരണകൂടം കൊന്നിട്ടുള്ളത് എന്ന് ജബൽപൂരിൽ നമ്മൾ കണ്ടു. ഡൽഹിയിൽ ഈ പറയുന്ന ക്രിസ്മസ് കരോൾ ആക്രമിക്കുന്നതിൽ നമ്മൾ കണ്ടു. പുരോഹിതർക്ക് അവരുടെ വസ്ത്രം ഉപയോഗിച്ച്, ആ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് പുരോഹിതർ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് തുടർച്ചയായിട്ട് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ ആ ആളിക്കത്തലിൻ്റെ തുടർച്ചയിലാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പറയ്, കഴിഞ്ഞ 70 വർഷത്തെ ചരിത്രം എടുത്തിട്ട് പറയും, ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനം മനുഷ്യക്കടത്താണ് ചെയ്യുന്നത് എന്ന അഭിപ്രായം സംഘപരിവാരത്തിനുണ്ടോ? ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനം മതപരിവർത്തനമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിർബന്ധിതമായ മതപരിവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇന്ത്യയിലെ മിഷണറിമാർ അവർ തെമ്മാടികളാണ്, ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ് എന്നുള്ള പ്രവർത്തനം നിങ്ങൾക്കുണ്ടോ? അതില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ദരിദ്ര വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകൾ, പുരോഹിതന്മാർ ആക്രമിക്കുമ്പോൾ ആക്രമകാരികളുടെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ആ ആക്രമിക്കപ്പെട്ടവരുടെ കൂടെ നിങ്ങൾ നിൽക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. ശരി ഷൈജു ആൻ്റണി, പക്ഷേ ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഇല്ലാത്തവരൊന്നുമല്ല ഈ കാര്യങ്ങളും ഈ പണികളുമൊക്കെ ഒപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ലേ? ഇന്ന് ജോർജ് കുര്യൻ വൈകുന്നേരം പറഞ്ഞത് ആരോടാണ് ആ ചോദ്യം ഉന്നയിച്ചത് എന്ന് താങ്കൾ ശ്രദ്ധിച്ചോ?
ഇത് CBCIക്ക് ആണ് ഉത്തരം പറയേണ്ടത് എന്ന ബാധ്യതയാണ് നമുക്കൊക്കെ വായിച്ചെടുക്കുമ്പോൾ കാണുന്നത്. പോയി ക്രിസ്തുവിനോട് ചോദിക്കൂ എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. രാവിലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഞാനും പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കൂ എന്നാണ് ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ. ഇതൊക്കെ എന്താണ്? അധിക്ഷേപമല്ലാതെ മറ്റെന്താണ് ഷൈജു ആൻ്റണി? ഒന്നല്ലാതെ BJPയിലെ അംഗങ്ങൾ, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ താഴെയുള്ള മുഴുവൻ ആളുകളും വല്ലാതെ പരിഭ്രാന്തിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂർ നടന്ന ആ പ്രകടനം എടുത്തു നോക്കിയാൽ സുരേഷ് ഗോപിക്ക് മനസ്സിലാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സുരേഷ് ഗോപി കിരീടം സമ്മാനിച്ച ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത് മനുഷ്യരുടെ ഉള്ളിൽ ഒരു തെളിച്ചം ഉണ്ടാക്കി കൊടുത്തു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഞാൻ 2 പ്രസ്താവനകൾ പറയാം. അതിലൊന്നാമത്തത് ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടേതാണ്. അത് ലാല് നേരത്തെ കാണിച്ച ആ വിഷ്വലിനകത്ത് കന്യാസ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്ന ആ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം പോലീസിന് മാത്രമല്ല, ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് കൂടിയാണ് എന്നാണ് പ്രസ്താവന. ഞാൻ ഇനിയും ചോദ്യം ചെയ്യും. ഇങ്ങനെയുള്ളവരെ കണ്ടാൽ അവർക്ക് ബെൽറ്റ് കൊണ്ടുള്ള ശിക്ഷ നൽകും എന്നാണ് ജ്യോതി ശർമ്മ പരസ്യമായി പറയുന്നത്. എവിടെ? ഒരു സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ ഒരാൾക്കൂട്ടത്തിന് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുത്തിട്ട് യാതൊരുവിധ ക്രമസമാധാന പാലനവുമില്ലാതെ എല്ലാം നശിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനമായി അത് മാറി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ അത്? ഇത്ര വിവാദമായിട്ടും എങ്ങനെയാണ് ജ്യോതി ശർമ്മയെ പോലെ ഒരു സ്ത്രീക്ക് പരസ്യമായി നിന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അവരിങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ സാധിക്കുന്നത്? അവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് ആ പ്രസ്താവന നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ടാകണം. ഛത്തീസ്ഗഡിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റുകളെ, തീവ്രവാദികളെ, ബജ്രംഗ് ദൾ എന്ന തീവ്രവാദ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അടുത്തത് മറ്റൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനൂപ് ആൻ്റണിയുടെ പ്രസ്താവനയാണ്. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിലെ ഏതോ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ജാമ്യാപേക്ഷ മൂവ് ചെയ്താൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ജാമ്യാപേക്ഷയെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്നാണ് ചോദ്യം. അനൂപ് ആൻ്റണിയുടെ മറുപടി എന്താണെന്നറിയാമോ? എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണമുണ്ടാകും, നിങ്ങൾ കാത്തിരുന്ന് കാണൂ. നമ്മൾ കാത്തിരുന്ന് കണ്ടു. എന്താണ് അവർക്ക് പ്രതീക്ഷയുണ്ടാകുന്ന പ്രതികരണം? ജാമ്യം കൊടുക്കരുത് എന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു. അതാണ് അവർക്ക് പ്രതീക്ഷയുണ്ടാകുന്ന പ്രതികരണം. നിങ്ങൾ ആ പത്രസമ്മേളനം ഒന്ന് കൃത്യമായി വിശദമായിട്ടൊന്ന് കേട്ടു നോക്കൂ. പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് പ്രതീക്ഷയുണ്ട്, നമ്മൾക്ക് പ്രതീക്ഷയുണ്ടാകുന്ന കാര്യങ്ങൾ നടക്കും. എന്താണ് പ്രതീക്ഷയുണ്ടാകുന്ന കാര്യം? ജാമ്യാപേക്ഷ മൂവ് ചെയ്തപ്പോൾ അതിനെ എതിർത്തു. ഇതാണ് പ്രതീക്ഷയുണ്ടാകുന്ന കാര്യം. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് കാര്യം. പിന്നെ അടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഷാബു പ്രസാദ് ഇവിടെ ഇരുന്ന് ചോദിച്ചു, കന്യാസ്ത്രീ ആയതുകൊണ്ടല്ലേ? ഇന്നും ഷാബു പ്രസാദിന് നേരം വെളുത്തിട്ടില്ല. ഷാബു പ്രസാദ് വേറെ അനവധി കാര്യങ്ങൾ പറഞ്ഞു. ആദിവാസിയായ മധു കൊല്ലപ്പെട്ടതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഷാബു പ്രസാദ്, ഇവിടുത്തെ പ്രശ്നം ഒരു കന്യാസ്ത്രീയായി എന്നത് മാത്രമല്ല. ഇവിടുത്തെ പ്രശ്നം ഭരണഘടന നിഷ്കർഷിക്കുന്ന മതേതരത്വത്തിന് കളങ്കമേൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഭരണഘടന നിഷ്കർഷിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കളങ്കമേൽക്കുന്നു എന്നതുകൊണ്ടാണ്. അത്രമാത്രം കടന്നു ചിന്തിക്കാൻ ഒരുപക്ഷെ ഷാബു പ്രസാദിന് കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? കാരണം വളരെ സിമ്പിളാണ്. BJPയുടെ ഒരു ഉന്നത നേതാവായ സുബ്രഹ്മണ്യം സ്വാമിയാണ്
സെക്യുലറിസം എന്ന പദം എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയത്. BJPയുടെ ഒരു ജനറൽ സെക്രട്ടറിയാണ് സെക്യുലറിസം എന്ന പദം എടുത്ത് കളയണമെന്ന് ആവശ്യപ്പെട്ടത്. BJPയുടെ ഒരു XMP രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിച്ചതാണ് സെക്യുലറിസം എന്ന പദം എടുത്ത് കളയണമെന്ന്. ആ പദത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതിനെതിരായുണ്ടാകുന്ന എല്ലാ ആക്രമണങ്ങളെയും അതിനെതിരായുണ്ടാകുന്ന എല്ലാ ശ്രമങ്ങളെയും എല്ലാ തരത്തിലും എതിർക്കുക തന്നെ ചെയ്യും ഷാബു. അത് താങ്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ മധുവിനെ കൊന്ന ആൾക്കൂട്ടവും നിങ്ങളുടെ ബജറംഗ് ദൾ പ്രവർത്തകരും രണ്ടും രണ്ട് തരമാണ്. നിങ്ങളുടെ ബജറംഗ് ദൾ പ്രവർത്തകർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. ഈ രാജ്യത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? ഷാബു പ്രസാദ് ഒരു അല്പം കൂടി ശ്രദ്ധയോടുകൂടി ഈ വിഷയങ്ങളെ ഒന്ന് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും എന്തുകൊണ്ടാണ്. അടിസ്ഥാനപരമായ പ്രശ്നം ജാതിയാണ് ഷാബു. ജാതിയാണ് പ്രശ്നം. എവിടെയാണ് പ്രശ്നമെന്നറിയാമോ? അതായത് ഈ കന്യാസ്ത്രീകളിൽ പലരും, മിഷണറിമാരിൽ പലരും ജോലി ചെയ്യുന്നത് അങ്ങ് ഔട്ട്സ്കേർട്സിലാണ്. അവർ പലരും ശുശ്രൂഷ ചെയ്യുന്നത് പാവപ്പെട്ട ആദിവാസികൾക്കാണ്, ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കാണ്. ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നു, ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് ശുശ്രൂഷ ലഭിക്കുന്നു, അവർക്ക് ആശുപത്രി സഹായം ലഭിക്കുന്നു, ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നു. ഇതിവർക്ക് താങ്ങാനാവില്ല. അതവർക്ക് താങ്ങാനാവാത്തത് കൊണ്ട് അത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഒരു ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്താണെന്നറിയാമോ? ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ഒരാൾ അവരേതെങ്കിലും തരത്തിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിലും മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവരെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പരിശ്രമിച്ചു. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാൾക്ക് മതം മാറിയാൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് അയാൾ മാറും. പക്ഷേ ഷെഡ്യൂൾഡ് ട്രൈബിന് അങ്ങനെ ഇല്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ നോക്കി. ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചെയ്തത് എന്താണ്? ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഈ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന നിയമത്തെ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ മുഴുവൻ കൈക്കലാക്കാൻ നോക്കുകയാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരാണ്. അവർ ഈ നേതാക്കൾ പറയുന്നതെല്ലാം ചെയ്യും. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് മറ്റു തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പെൺകുട്ടിയുടെ മൊഴി നിങ്ങൾ കേട്ടിരുന്നു? ആ പെൺകുട്ടിയുടെ മൊഴി പറഞ്ഞത് ഈ കന്യാസ്ത്രീ അവർക്ക് മാസം 8,000 രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു. അതവർക്ക് വലിയ കാര്യമാണെന്ന്. 8,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഗൾഫിൽ പോകുന്ന അനുഭവത്തോടു കൂടി അവർ വരികയാണ്. അതാണ് ആ സംസ്ഥാനം. ആ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത ഏതാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ മനുഷ്യർക്ക് ഒരല്പമെങ്കിലും സഹായം കിട്ടുന്ന എല്ലാ വഴികളും അടയ്ക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ കീഴ്ജാതിക്കാരോടുള്ള ഒരു അധമമായ ഒരു വികാരമുണ്ടല്ലോ, ആ വിചാരമാണ് ഇന്ന് എല്ലായിടത്തും നടക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ക്രിസ്ത്യാനികൾ നടത്തുന്ന CBSE സ്കൂളുകൾക്കോ ടൗണിലുള്ള വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. മിഷണറിമാർ ചെന്ന് പ്രവർത്തിക്കുന്ന ഇടങ്ങളിലാണ് അവരെ ആക്രമിക്കപ്പെടുന്നത്. അവിടെ അവർ ആക്രമിക്കപ്പെടും. അവരെ പള്ളി പോകാൻ അനുവദിക്കുകയില്ല. അവർ ഞായറാഴ്ച പള്ളി പോയിക്കൂടാ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഷൈജു ആന്റണി, ഞാൻ തിരിച്ചു വരാം. വളരെ കൃത്യമാണ് ആ കാര്യങ്ങളൊക്കെ. ഞാൻ അതുകൊണ്ടാണ് ഇതിലൊന്നും ഇടപെടായിരുന്നത്. നേരത്തെ നിതീഷ് പറഞ്ഞപ്പോഴും ഷൈജു പറഞ്ഞപ്പോഴും ഒക്കെ. പക്ഷേ ഷാബു പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ചില ചോദ്യങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഷാബു പ്രസാദ്, നോക്കൂ, സഹിക്കാൻ പറ്റാതായിട്ടാണ് ഈ ആളുകളൊക്കെ, ഈ ബിഷപ്പുമാർ വരെ റോഡിലിറങ്ങുന്നത്. സഹിക്കാൻ പറ്റാതായി. 12 കൊല്ലം കൊണ്ട് പലതും നേടി എന്നൊക്കെ താങ്കൾ വലിയ രീതിയിൽ ആഹ്വാനം നടത്തുന്നുണ്ടല്ലോ, മുറവിളി നടത്തുന്നുണ്ടല്ലോ. ഇന്നതാ പാർലമെൻറ്റിൽ പല രീതിയിൽ പ്രധാനമന്ത്രിയും പറയുന്നുണ്ട് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ. പക്ഷേ ഈ കാര്യത്തിൽ നോക്കൂ, പാവപ്പെട്ട ആദിവാസികളെയും പിന്നാക്കം നിൽക്കുന്ന ആളുകളെയും ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നവരെ, അവരെ മതപരിവർത്തനമല്ല,
മനപരിവർത്തനമാണ് നടത്തുന്നത് അതവർ ചെയ്യുന്നുണ്ട്. മനുഷ്യക്കടത്ത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അവരെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കടത്തുകയാണ്, ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് അവരെ കടത്തുകയാണ് ഈ കൂട്ടരൊക്കെ. നിങ്ങളവിടെ ഭരിച്ചുകൊണ്ടിരുന്നിട്ടും ഈ പാവപ്പെട്ട ആളുകൾക്ക് അതൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. ആ 8,000 രൂപയെങ്കിൽ 8,000 രൂപ അത് കിട്ടുമെന്ന് കരുതിയപ്പോൾ അവിടെ നിന്ന് പറക്കാൻ ശ്രമിക്കുന്നവർ, അവരെയാണ് നിങ്ങൾ ഈ വെള്ളത്തിലാക്കുന്നത്. ബജ്രംഗ് ദള്ളുകാരെ നിങ്ങൾ ഇങ്ങനെ പൂവിട്ട് പുകഴ്ത്തുന്നത് എന്തിനാ? നമ്മളെ പറഞ്ഞു അതൊക്കെ 100% സത്യം തന്നെയാണ്. പക്ഷേ ആ ദയനീയമായ പിന്നിൽ ഉള്ള യാഥാർത്ഥ്യം എന്താണ് അതുകൂടെ പറയണം. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം, CPI മാവോയിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് സംഘടന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരതയുടെ ഫലമാണ് ആ സംസ്ഥാനത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ സംഭവമുണ്ടായ നാരായൺപൂർ പ്രദേശത്ത് ഒക്കെയുള്ള ആ പിന്നോക്കാവസ്ഥയുടെ കാരണം. എന്നിട്ട് അതിനാണോ ഈ കന്യാസ്ത്രീകളെ നിങ്ങൾ പിടിച്ചകത്തിട്ടിരിക്കുന്നത്? അതിനാണോ നിങ്ങൾ ഈ കന്യാസ്ത്രീകളെ അകത്തിട്ടിരിക്കുന്നത്? പറയട്ടെ. ആ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ എന്തേ ചോദിച്ചു കേട്ടില്ല. ഷൈജു ആന്റണി ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് നിങ്ങളുടെ സർക്കാർ അവിടെ? നിങ്ങളുടെ സർക്കാർ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ മാവോയിസ്റ്റുകൾ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ ഭരിക്കുന്നത് എന്നാണ്. കന്യാസ്ത്രീകളെ പിടിച്ചകത്തിട്ടാൽ മതി. ഇപ്പൊ ഓരോ ഡേ ബൈ ഡേ 10-15 എണ്ണത്തിനെ തീർത്തോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ചോടെ അടുത്ത 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അവസാനിക്കും. കണക്കുണ്ടെന്ന് നിങ്ങൾ വെറുതെ അതും ഇതും പറയല്ലേ. ഞാൻ താങ്കൾ പറഞ്ഞ പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾ പൊട്ടത്തരം പറയുന്നു. മറ്റുള്ളവരെ നിങ്ങൾ കണക്ക് പറയൂ. മറ്റുള്ളവരെ ആദ്യം നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ പറയണത് നിങ്ങളൊരു കണക്ക് പറയൂന്ന്. നിങ്ങളൊരു കണക്ക് പറഞ്ഞതല്ലേ ഡേ 15 പേരെ കൊല്ലുന്ന സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കണോ? അല്ല ഷാബു പ്രസാദ്, ഷൈജു ആന്റണി ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. പക്ഷേ ഷൈജു ആന്റണി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഷാബു പ്രസാദ്, ഈ 15 പേരെ ഡെയിലി അവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ വാർത്ത നമ്മളൊക്കെ കാണുന്നതല്ലേ? അങ്ങനെയുണ്ടോ? സത്യമാണോ അത്? അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം തുടച്ചു നീക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും. നിങ്ങൾ വരുന്നല്ലേ, ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത മാർച്ചോടുകൂടി അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇല്ലാതാകും. അല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആളുകൾ കരുതണം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില പൊട്ടന്മാർക്ക് മാത്രമേ അങ്ങനെ തോന്നുള്ളൂ. അത് വേറെ പാർട്ടിയാണ്. ഈ പറയുന്ന ഭീകരവാദം നടത്തുന്നവരല്ല. കമ്മ്യൂണിസത്തിന്റെ പേരിലുള്ള ഭീകരവാദത്തിനെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം എന്ന് തന്നെ പറയും. അതെ, അപ്പോ ഈ സംഘപരിവാറുകാരുടെ ഭീകരവാദം ഉണ്ടല്ലോ, ഈ ബജറംഗ് ദള്ളികൾ, ഈ ബജറംഗ് ദള്ളിന്റെ ഭീകരവാദം ഉണ്ടല്ലോ, ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിച്ച് ഇതുപോലെ കൽത്തുറങ്കിൽ അടപ്പിച്ച ഈ പറഞ്ഞ പോലീസുകാരുടെ പണിയെടുക്കുന്ന ബജറംഗ് ദള്ളുകാർ അതാരാണ്? നിങ്ങളുടെ സംഘപരിവാറുകാർ. നിങ്ങൾ ഏത് വെബ്സൈറ്റ് വേണം കയറി നോക്കിക്കോ, എവിടെ വേണം നോക്കിക്കോ. ഇസ്ലാമിക തീവ്രവാദമല്ല, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദമാണ്. കഴിഞ്ഞ 10-60-70 വർഷമായിട്ട് ഈ പഴയ മധ്യപ്രദേശ്, ഇപ്പോഴത്തെ ഛത്തീസ്ഗഡ്, ആന്ധ്ര, ബംഗാൾ, നക്സൽബാരി ഈ ഭാഗങ്ങളിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ. ഷാബു പ്രസാദ്, അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇവിടെ ആരാണ് തുരത്തിയത് ഇപ്പോൾ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ പറഞ്ഞ കാര്യത്തിൽ ബജറംഗ് ദളുകാരാണോ ഇവിടുത്തെ പോലീസിന്റെ പണിയെടുക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ നാട്ടിലെ ഉണ്ടാകുന്ന ഓരോ പ്രദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒക്കെ ചിലപ്പം ആ ഭാഗത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടപെട്ടു എന്ന് വരും. ഇവിടെ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യവസായി നിന്ന് തലക്കടിച്ച് കരയുന്ന കണ്ടു. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ഭീകരവാദം നിങ്ങളുടെ ആൾക്കാർ
ഒരു വ്യവസായി അല്ലല്ല, അങ്ങനെ പരക്കെ പറഞ്ഞു പോകല്ലേ. ഈ ലോക്കലായിട്ടുള്ള ആളുകൾ ഇടപെടുന്നതൊക്കെ നമുക്കറിയാം. ലോക്കലായിട്ടുള്ള ആളുകൾ ഇടപെടുന്നതൊക്കെ നമുക്കറിയാം. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായാൽ അവിടുത്തെ ലോക്കൽ ആളുകൾ ഇടപെടും. ഇവിടെ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള ലോക്കൽസ് എല്ലാം ബജരംഗ ദളുകാരാണോ? ഈ പറഞ്ഞ സ്ത്രീയൊക്കെ അവിടെയാണോ അവരുടെ വീട്? ഷാബു പ്രസാദ്, അദ്ദേഹത്തിലേക്ക് വരാം. അവിടെ കണക്ഷനിൽ ചെറിയ പ്രശ്നമുണ്ട്. നിതീഷ്, ഇതാണ് മറുപടി. ഈ പറയുന്ന മാവോയിസത്തെ എതിർക്കാനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒറ്റ മിനിറ്റ്, അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഷാബു പ്രസാദ് പറഞ്ഞോളൂ. എന്റെ ചോദ്യം എന്താണെന്ന് താങ്കൾ കേട്ടല്ലോ. ലോക്കൽസ് എന്ന് പറയുന്നത് ഈ ഛത്തീസ്ഗഡിലെ ലോക്കലുകളെയൊക്കെ ബജരംഗ ദൾ എന്നാണോ വിളിക്കുന്നത്? അവിടെ ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഒരിടത്തൊരു സാമൂഹ്യമായ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആരാണോ അവിടെ ഉള്ളവര്, അത് ഈ നാട്ടിൽ പരിഷ്കൃത സമൂഹമാണെങ്കിൽ പോലീസാണ് വരിക. ഉടനെ പോലീസ് എത്തും. നമ്മുടെ കേരളത്തിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടായാൽ 2 മിനിറ്റിനകം അവിടെ പോലീസ് എത്തും. സാർ, പോലീസ് എത്തും. ട്രൈബ് എന്താ അങ്ങനെ ട്രൈബിനെയാണ് ഈ നാട്ടിൽ ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നു കളഞ്ഞത്. അല്ല, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ ആൾക്കൂട്ട വിചാരണയാണോ നടന്നത്? ദുർഗിൽ ആൾക്കൂട്ട വിചാരണയായിരുന്നോ? വൈവിധ്യങ്ങളുമുള്ള അത് താങ്കൾ സമ്മതിക്കുകയാണോ? ഒരുപാട് ക്രമസമാധാന സാമൂഹ്യ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും നിങ്ങൾ ചൊല്ലുമോ? ഓരോ കാര്യത്തിനെ പറ്റിയും നിങ്ങൾ ഇതുപോലെ ചർച്ച ചെയ്യുമോ? അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നതിന്റെ അകത്തെ നിങ്ങളുടെ ഒരു പിക്ക് ആൻഡ് ചൂസും ഇല്ല. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്കൊക്കെ നമുക്ക് കടന്നു ചെന്ന് എത്താൻ പറ്റുമെങ്കിൽ ഞങ്ങൾ എത്തുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. നിങ്ങൾ ഈ രീതിയിൽ ആസൂത്രിതമായി നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എക്സ്പോസ് ചെയ്യാനുള്ള എല്ലാ ചർച്ചകളും നടത്തും. ഈ നാട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പട്ടി ചന്തയ്ക്ക് പോകുന്ന മാതിരി ആർക്കും പെട്ടിയും തൂക്കി എവിടെയും പോകാം, ചമ്മി തിരിച്ചു പോരാ. അതെ, അത് മനസ്സിലായി. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ആരും എവിടെയും ആരെയും എന്തും ചെയ്യുന്ന കാഴ്ച കണ്ടല്ലോ നിങ്ങൾ ഭരിക്കുന്നിടത്ത്. അതാണ് പട്ടി ചന്തയ്ക്ക് പോയതിന്റെ ഉദാഹരണം. ആയിക്കോട്ടെ, ശരി, നടക്കട്ടെ. ഇനി ഞാൻ എത്ര പറഞ്ഞുള്ളൂ. ഒന്നും എനിക്ക് പറയാനില്ല. അവിടെ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിന് ചാർജ് ഷീറ്റ് ഉണ്ട്. അത് അവിടെ നിന്ന് ആ പെൺകുട്ടികളുടെ മൊഴി പ്രകാരമാണ് അവിടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കോടതിയാണ്. ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാണ്. കോടതിയിൽ ഫൈറ്റ് ചെയ്യൂ. അല്ല, അതിൽ തെറ്റുണ്ട്. അതായത് അവരുടെ മൊഴി അനുസരിച്ച് ആദ്യം എഴുതിയ FIR അല്ല രണ്ടാമത് ഉണ്ടായ FIR. അവർ പറഞ്ഞ മൊഴിയൊക്കെ നമ്മൾ കേട്ടതാണ്. അവർ പ്രായപൂർത്തിയായവരാണ്. അവരുടെ അച്ഛനും അമ്മയൊക്കെ അനുവദിച്ചിട്ട് തന്നെയാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയെ അനുവദിച്ചില്ലെങ്കിൽ പോലും അവർക്ക് സ്വന്തമായി ഇഷ്ടപ്രകാരം പോകാനുള്ള പ്രായമായിട്ടുണ്ട്. അവർ ജോലി തേടിയാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ അവിടെയുള്ള ഒരു സ്ത്രീ, നിങ്ങൾ പറയുന്ന ലോക്കൽ, ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കുറേ ആളുകൾ, സ്ത്രീയും പുരുഷനും ഒക്കെ അവിടെ പോയി ഇത്തരത്തിൽ ഇടപെടുന്ന അവരാണ് ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവരുടെ പരാതി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ 2 കന്യാസ്ത്രീകൾ, ഒരുപാട് സാമൂഹ്യ സേവനം നടത്തി പേര് കേട്ട 2 കന്യാസ്ത്രീകൾ ഇപ്പോൾ കൽത്തുറങ്കിൽ കിടക്കുന്നത്. നിങ്ങളുടെ സർക്കാർ അവർ പുറത്തിറങ്ങരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ പോയി തിരിച്ചു പറയുന്നത് യേശുക്രിസ്തുവിനോട് ചോദിക്കൂ എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. അതിനല്ലേ ഈ നാട്ടിൽ കോടതിയും നിയമവും ഉള്ളത്. ശരി, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തൂ. ആര് പറഞ്ഞു ചെയ്യരുതെന്ന്? നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലേ? അതെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും. ശരി, നിതീഷ് നാരായണൻ, അപ്പൊ ഇതാണ് ഷാബു പ്രസാദ് പറയുന്നത്. താങ്കൾ നേരത്തെ കേട്ടല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന് ഇനി കോടതിയിൽ പോയി കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്. അതിന് പക്ഷേ സംസ്ഥാനത്തെ സർക്കാർ പിന്തുണ ഉണ്ടാകില്ല. അതിനെതിരായിട്ടുള്ള വാദങ്ങളായിരിക്കും അവർ നിരത്തുക എന്ന് വ്യക്തമായിട്ടുണ്ട്. ആ നാട്ടിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിലെ BJPക്കാർ അവിടെ പോയി കാണിക്കുന്നതൊക്കെ അപ്പോൾ എന്താണ്? ഇത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാന ധാരണ പോലും ഇല്ലാത്ത ഒരു ബോധത്തിൽ നിന്നാണ് അവസാനത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങളെ ഞങ്ങൾ പിടികൂടും, നിങ്ങൾക്കെതിരെ കേസെടുക്കും, കള്ളക്കേസെടുക്കും, നിങ്ങൾക്കെതിരായിട്ട് എല്ലാ പ്രചരണവും നടത്തും, വേണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയിട്ട് നിങ്ങൾ കുറ്റക്കാരല്ല എന്ന് തെളിയിച്ചോ എന്നുള്ളതാണ്. അതായത് ഇന്നസെൻറ്റ് അണ്ടിൽ ഗിൽറ്റി ഫൗണ്ട് ഗിൽറ്റി എന്നുള്ളതാണ്
ഇന്ത്യ പിന്തുടരേണ്ടതുള്ള നീതിയുടെ അടിസ്ഥാന തത്വം എന്നുള്ളത് ഒരാൾ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവർ എന്തായിരിക്കണം, നിരപരാധിയായിരിക്കണം. അതുകൊണ്ടാണ് ജാമ്യത്തെക്കുറിച്ച് പോലും പറയുമ്പോൾ ജയിൽ ഷുഡ് ബി ആൻ എക്സെപ്ഷൻ, ബെയിൽ ഷുഡ് ബി ദ റൈറ്റ് എന്ന് പറയുന്നത്. ജാമ്യമാണ് അവകാശം, ജയിൽ എന്ന് പറയുന്നത് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസ്. ഇതെല്ലാം അട്ടിമറിക്കുന്ന ഒരു കാഴ്ച. എങ്ങനെയാണ് നീതിയിൽ അധിഷ്ഠിതമായ നീതിന്യായ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അത് വരികയും ചെയ്തു. അല്ല, ഞാൻ സംസാരിച്ചില്ല. അദ്ദേഹം പറയുമ്പോൾ താങ്കൾ ഇവിടെ സംസാരിച്ച ഒരു സെക്കൻഡിൽ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല. താങ്കൾ സംസാരിക്കരുത്. താങ്കളുടെ സമയത്ത് വരാം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇടപെട്ടിട്ടില്ല. ഇടപെട്ടത് താങ്കൾ പറയുന്നത് സമ്മതിച്ച് തന്നിട്ടല്ല. താങ്കൾ ഈ പറയുന്ന പരമ അബദ്ധം, വെറുപ്പ്, വിദ്വേഷം, നുണകൾ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നത് എന്റെ മര്യാദയാണ്. താങ്കൾ ഇടപെടരുത്. സംഘപരിവാരത്തിന്റെ സംസ്കാരം ഇവിടെ കാണിക്കരുത്. താങ്കൾ അതെ, താങ്കൾക്ക് പൊള്ളും. ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. അത് പൊള്ളട്ടെ. പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ മൈക്കൊന്ന് ഷാബു പ്രസാദ് ദയവായി, ഷാബു പ്രസാദ് നമുക്ക് മറ്റൊന്ന് അദ്ദേഹം അതിനകത്ത് താങ്കൾ എന്നോട് സഹകരിക്കണം. മാത്രമാണ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് എന്നോട് തർക്കിക്കാം. ഈ ചർച്ച ഇനി കുളമാക്കണം എന്നൊരു അജണ്ടയുമായി താങ്കൾ പോകരുത്. ദയവായി ഛത്തീസ്ഗഡിലെ ഒരു നിയമം ഇവിടെ നടപ്പിലാക്കരുത്. ഛത്തീസ്ഗഡിലെ നിയമം ഇവിടെ നടപ്പിലാക്കരുത് ദയവായി. ഈ മര്യാദ ലാൽ എന്നോട് കാണിച്ചില്ലല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ താങ്കളോട് കാണിച്ചു. താങ്കളുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് മറുചോദ്യം ചോദിച്ചത്. അല്ല, താങ്കൾ സംസാരിക്കാൻ ഞാൻ അനുവദിക്കാതിരിക്കില്ല. ദയവായി. ഞാൻ വഴങ്ങിയിട്ടുമില്ല. ഞാൻ താങ്കളുടെ ഉത്തരങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നോട് മര്യാദകളുണ്ട്. ഞാൻ താങ്കളുടെ ഒരു വാക്കും കേൾപ്പിക്കാതിരുന്നിട്ടില്ല. ഷാബു പ്രസാദ് ദയവായി കേൾക്കൂ. താങ്കൾ പറഞ്ഞ എല്ലാ വാക്കുകളും ആളുകൾ കേട്ടിട്ടുണ്ട്. ദയവായി കേൾക്കൂ. ഈ ഒറ്റ കാര്യമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞാൽ മതി. അവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് കോടതിയാണോ സർക്കാരാണോ? ശരി, അതുകൂടി കേൾപ്പിച്ചിരിക്കുന്നു. നിതീഷ് പറഞ്ഞോളൂ. അതെ, ഞാൻ പറഞ്ഞു. കാരണം ഇവിടെ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 10 വർഷം നിങ്ങൾ ജയിലിൽ അടച്ച ഒരാളുണ്ടായിരുന്നു. ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ സായിബാബ എന്നുള്ളതാണ്. 10 വർഷം ജയിലിലടച്ചിട്ട് അംഗപരിമിതനായിട്ടുള്ള ഒരു മനുഷ്യനെ, പോളിയോ ബാധിച്ച് ജീവിതം മുഴുവൻ വീൽ ചെയറിൽ ജീവിച്ച ഒരു മനുഷ്യനെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല ദൈക്ഷണികരിൽ അധ്യാപകരിൽ ഒരാളായിരുന്ന മനുഷ്യനെ ജയിലിൽ കിടത്തി പീഡിപ്പിച്ചിട്ട് അവസാനം 10 വർഷത്തിന് ശേഷം നിരപരാധിയാണ് എന്ന് 10 വർഷം. കാരണം ഇങ്ങനെയാണ് കേസ് ചാർജ് ചെയ്യുക. ഇങ്ങനെയാണ് ഇവർ ഉള്ള മേഖലകളിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. 10 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ നിരപരാധിയാണ് എന്ന് കണ്ടെത്തി പുറത്തുവിട്ടു. 6 മാസത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഫാദർ സ്റ്റാൻസ്വാമി എങ്ങനെയാണ് മരിച്ചത്? അദ്ദേഹത്തെ നിങ്ങൾ തൂക്കിക്കൊന്നാണോ? കുറ്റവാളിയാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ശിക്ഷിച്ചിട്ടാണോ അദ്ദേഹം കൊല്ലപ്പെട്ട? അല്ല, അദ്ദേഹത്തെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ദ പ്രോസസ് ഇറ്റ് സെൽഫ് ബിക്കംസ് എ പണിഷ്മെൻറ്റ്. അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് സംവിധാനത്തെ അട്ടിമറിച്ചു. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഞാനതിൻ്റെ എല്ലാ വിശദാംശത്തിലേക്കും പോകുന്നില്ല. എത്ര കേസാണ് തെളിയിക്കാൻ വേണ്ടി പറ്റിയത്? പറയും. മിഷനറിമാർ ഇവിടെ മനുഷ്യക്കടത്ത് നടത്തിയതിൻ്റെ എത്ര കേസാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്? ഇത് പോലീസിനെ ഉപയോഗിച്ച്, ഗവൺമെൻറ്റിനെ ഉപയോഗിച്ച്, സംവിധാനങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന നീതിയുടെ മുകളിലുള്ള കൂട്ടക്കൊലയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആധിപത്യമുള്ള എല്ലായിടത്തും നിങ്ങളിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സാമൂഹികമായ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കൂട്ടം അതിൽ ഇടപെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ പറയുന്ന കന്യാസ്ത്രീകൾ അവർ സാമൂഹികമായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതല്ലേ? അതായത് നിങ്ങൾ ഉള്ള ഇടത്ത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കൂട്ടത്തിന് തോന്നുകയാണ്, നിങ്ങളുടെ ബജരംഗ് ഭ്രാന്തൻ സേനയ്ക്ക് തോന്നുകയാണ്, തിരുവസ്ത്രം അണിഞ്ഞിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പുരോഹിത വേഷം അണിഞ്ഞിട്ടുള്ള ആളുകൾ, അവരെ കാണുമ്പോൾ അവർ സാമൂഹിക പ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇത് ഇന്ന് തോന്നുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പതിറ്റാണ്ടുകളായിട്ടുള്ള ചരിത്രമുണ്ട്. ഈ തോന്നൽ നിങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഞാൻ ചോദിക്കട്ടെ. BJP ഉള്ള നാട്, RSS ഉള്ള നാടല്ലേ ഗുജറാത്ത്? ബജ്രംഗ് ദളും VHP ഒക്കെ ഉള്ള നാടല്ലേ ഗുജറാത്ത്? ആ ഗുജറാത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് ഒരു ദളിത് യുവാവിനെ എന്തിനാ കൊന്നതെന്നറിയോ? ഒരു കടയിൽ പോയിട്ട് ആ കടയിലെ കട ഉണ്ടായിരുന്ന കുട്ടിയെ ബേട്ട എന്ന് വിളിച്ചത്. ആ കടയുടമയുടെ മകൻ, ആ കടയിൽ നിൽക്കുന്ന ആ കടയുടെ മുതലാളി ഒരു സവർണ ഹിന്ദു ആയിരുന്നു. സാധാരണ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതാണല്ലോ മകനെ എന്ന്, മോനെ എന്നൊക്കെ വിളിക്കുമല്ലോ ചിലപ്പോൾ. ആ വിളിച്ച കുറ്റത്തിന് കൊന്നു. എന്തേ അവിടെ അത് സാമൂഹിക പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ ബജ്രംഗ് ദൾ ഉണ്ടാകാത്തത്? രാജസ്ഥാനിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടി എന്തിനാ അടിച്ചു കൊന്നതെന്നറിയോ? ആസാദി കാ അമൃത് മഹോത്സവം ആഘോഷിക്കുന്ന കാലത്തായി രാജ്യത്ത്.
ആ കുട്ടി ആ സ്കൂളിൽ വെച്ച കുടിക്കാൻ വെള്ളം വെക്കുന്ന കൂജയിലൊന്ന് കൈമുട്ടിപ്പോയി എന്നുള്ള കാരണത്തിന് അടിച്ചു കൊന്നിട്ടുണ്ട്. എന്തേ നിങ്ങളുടെ ആളുകൾ, ഇവിടെയൊക്കെ നിങ്ങളുള്ളതാണല്ലോ, എന്തേ ആ നാട്ടിലെ ആളുകളുടെ ബോധം ഉണരാത്തത്? അത് സാമൂഹിക പ്രശ്നമാണ് എന്ന് തോന്നാത്തത്? മുസഫർ നഗറിൽ ഒരു അധ്യാപിക, ത്യാഗി എന്നു പേരുള്ള ഒരു അധ്യാപിക, ആ അധ്യാപിക ക്ലാസ് റൂമിൽ ഉള്ള മുഴുവൻ ഹിന്ദു കുട്ടികളെ നിരത്തി നിർത്തിയിട്ട് ഒരൊറ്റൊരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. ആ കുട്ടിയുടെ കരണത്തടിച്ച് രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നില്ലേ? അപ്പോൾ ഹത്രാസിൽ നിങ്ങൾ ഇടപെട്ടോ? എന്തേ അത് സാമൂഹിക പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നാത്തത്? ദളിത് കൂട്ടക്കൊല നടക്കുമ്പോൾ, ആദിവാസികളുടെ ഭൂമി അപഹരിക്കുമ്പോൾ, ഇവിടെ വിവേചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഇങ്ങനെ ഭീകരമായിട്ട് നടപാടുമ്പോൾ നിങ്ങൾ ഇടപെടില്ല. കാരണം അതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രശ്നമല്ല, നിങ്ങളുടെ ആവശ്യമാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. മറിച്ച് നിങ്ങളുടെ സാമൂഹിക പ്രശ്നം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണ്, ഇവിടുത്തെ മിഷണറിമാരാ. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ആദിവാസികൾക്കിടയിൽ ദാരിദ്ര്യം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യത്വപരമായിട്ട് ഇടപെടുന്ന മതനിരപേക്ഷത പ്രചരിപ്പിക്കുന്നവരാ. ഒരു കാര്യം കൂടി ഞാൻ പറയാം ഡോക്ടർ ലാൽ, ഈ രാജ്യത്ത് ആരാ മനുഷ്യക്കടത്ത് നടത്തുന്നതെന്നറിയോ? മനുഷ്യക്കടത്ത് നടന്നത് ഇവർ പ്രചരിപ്പിക്കുന്ന ആളുകളൊന്നല്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്, ഗംഗാ പാണ്ഡെ എന്ന് പറയുന്ന ആളാരാണ് എന്ന്. ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നതാ, റായ്പൂരിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്തിനാ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നറിയോ? അവിടെയുള്ള ഒരു സ്ത്രീയെ മയക്കി കിടത്തിയിട്ട് അവരെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് ഹരിയാനയിലേക്ക് കൊണ്ടുപോയി അവരെ വിറ്റു. ആ കുറ്റത്തിനാണ്. അതിന് ഈ ഗംഗാ പാണ്ഡെ എന്തേ നിങ്ങൾ സമരം ചെയ്യാത്തത്? അത് മനുഷ്യക്കടത്തല്ലേ? ഒരു സമരം, ഒരു പ്രതിഷേധം നടത്തിയോ? അവിടെ നടത്തൂല. കാരണം എന്താ? ഈ ഗംഗാ പാണ്ഡെ BJPയുടെ പ്രവർത്തക ആയിരുന്നു. എത്രയാളുടെ പേര്? ജൂഹി ചൗധരിനെ അറിയോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സംഘപരിവാരത്തിൻ്റെ പ്രതിനിധിക്ക് 17 കുട്ടികളെ നേപ്പാളിലേക്ക് കടത്താൻ വേണ്ടി നോക്കിയപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ജൂഹി ചൗധരി. ആരായിരുന്നു എന്നറിയോ? ബംഗാളിലെ മഹിളാ മോർച്ചയുടെ അവരുടെ നേതാവായിരുന്നു ഈ ജൂഹി ചൗധരി എന്നുള്ളത്. എത്ര ആളുകളുടെ പേര് നിങ്ങൾക്ക് വേണം? അതുൽ ചൗരസ്യ എന്താ ചെയ്ത കുറ്റം എന്നറിയോ? ആസാമിൽ നിന്ന് പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഗുജറാത്തിൽ ഒരു ഹോട്ടലിൽ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അവർക്ക് ജോലി കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. BJPക്കാരാ. അതൊന്നും നിങ്ങൾക്ക് സാമൂഹിക പ്രശ്നമല്ല. നിങ്ങൾക്കത് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഈ ചളിക്കുണ്ടിൽ മലീമസമായിട്ടുള്ള ഈ സാമൂഹിക വ്യവസ്ഥയിൽ തഴച്ചു വളരാനുള്ള നിങ്ങളുടെ സാഹചര്യമാണ്. നിങ്ങൾ അതുകൊണ്ട് ഇതിനെതിരായിട്ട് ഈ നാട്ടിലെ ആളുകൾ ഇത് തിരിച്ചറിയണം. ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഇപ്പോൾ ഇവരെന്തോ വിശുദ്ധ മാലാകമാരാണ് എന്ന് പ്രതീക്ഷിക്കുകയും തങ്ങളുമായി ഹൃദയം ചേർത്ത് വെക്കുന്നവരാണ് എന്ന് ധരിക്കുകയും ചെയ്യുന്ന ചില ആളുകളെങ്കിലും ഇപ്പോൾ കേരളത്തിലുണ്ട്. അവരാണ് അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ജയിച്ചല്ലോ തൃശ്ശൂരിൽ എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവരും അതിനകത്തുണ്ട്. അത് തന്നെയാണ് പ്രധാന ചോദ്യം. ഷൈജു ആന്റണി, ഞാൻ അതാണ്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളിൽ നിന്ന് കിട്ടേണ്ട ഉത്തരവും അല്ലെങ്കിൽ താങ്കളുടെ ഒരു അഭിപ്രായവും അറിയേണ്ടത് ആ വിഷയത്തിലാണ്. ഇങ്ങനെ കരുതിയ ഇവർ ഇങ്ങനെ ഞങ്ങളെ രക്ഷിക്കും, ഇനി ഇവരാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇനി അവരുടെയും കൂടെ നിൽക്കും, രാഷ്ട്രീയമൊന്നും അതിൻ്റെ മുമ്പിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ വിപ്ലവം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുന്ന കൂട്ടർ ഇന്ന് അവിടെ റോഡിൽ ഇറങ്ങേണ്ടി വന്ന അവസ്ഥ വന്നു. തിരിച്ചറിയുന്നുണ്ടോ? ഈ അപകടം ഇപ്പോഴെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നാളെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അതിനു മുമ്പേ ഓർമ്മപ്പെടുത്തിയവർ ഉണ്ട് ഇവിടെ. രാജ്ഭവനിലേക്ക് നേരത്തെ മാർച്ച് നടത്തിയ രാഷ്ട്രീയ കൂട്ടായ്മകൾ ഉണ്ട് ഇവിടെ. ഈ അപകടം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമോ ഈ ഇറങ്ങുന്ന നമ്മുടെ പൗരോഹിത്യത്തിനൊക്കെ? ഡോക്ടർ ലാൽ, ഞാൻ വളരെ കൃത്യമായി പറയാം. ഏറ്റവും ആദ്യം പൗരത്വ നിയമ ഭേദഗതി വന്നു. കത്തോലിക്ക സഭ മിണ്ടിയില്ല. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണെന്ന് കരുതി. സ്റ്റാൻ സ്വാമി അവർ അറസ്റ്റ് ചെയ്തു. കത്തോലിക്ക സഭ മിണ്ടിയില്ല. അത് സ്റ്റാൻ സ്വാമി ഒരു മലയാളിയല്ലായിരുന്നു, വടക്കേ ഇന്ത്യയിൽ എവിടെയോ ആണ്, എന്തോ നടന്നതാണ് എന്ന് കരുതി. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ മിണ്ടാതിരുന്ന്, പിന്നീട് പലപ്പോഴും പലതിലും മിണ്ടാതിരുന്ന്, ഒടുവിൽ ഏറ്റവും വളരെ പെട്ടെന്ന് ഒരു 1.5 കൊല്ലം മുമ്പ് 2 കന്യാസ്ത്രീകൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ പിടികൂടി. സേക്രഡ് ഹാർട്ട് കന്യാസ്ത്രീകളായിരുന്നു അവർ. അവരെ പിടികൂടിയിട്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരെ മതം മാറ്റാനാണ് എന്ന് പറഞ്ഞവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ വളരെ പെട്ടെന്ന് അത് ടൗണിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ആളുകൾ അവിടെ ചെല്ലുകയും അവർക്ക് FIR ഇടാൻ പറ്റാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെട്ട് തിരിച്ചു പോയത് ചുരിദാർ ഇട്ടുകൊണ്ടാണ് തിരിച്ചു പോയത്. അതിൻ്റെ തൊട്ടുപുറകെ ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ബസ്സിനകത്ത് തീർത്ഥാടകർ ഒരു പള്ളി സന്ദർശിക്കാൻ വന്നപ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവരെ പോലീസുകാർ വന്നിട്ട് ആൾക്കൂട്ടത്തിൻ്റെ നിർബന്ധം കാരണം പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി.
ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ജബൽപൂരിലെ ബിഷപ്പ് ഹൗസിലെ അവിടുത്തെ വികാരി ജനറലായ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ പുറത്ത് കൂടി നിന്നിരുന്ന ആൾക്കൂട്ടം ഈ അച്ഛനെ മർദ്ദിച്ചു. അപ്പോഴും നമ്മൾ മിണ്ടാതിരുന്നു. ഇന്നിപ്പോൾ ഇത് വളരെ അതിദാരുണമായൊരു സംഭവമായപ്പോൾ സകല പിടിയും വിട്ട് കത്തോലിക്ക സഭ രംഗത്തിറങ്ങിയതാണ്. സകല പിടിയും വിട്ട് രംഗത്തിറങ്ങിയതാണ്. അതുകൊണ്ട് ഇതിനു മുമ്പ് പല അബദ്ധങ്ങളും കാണിച്ചു. ഞാൻ പറഞ്ഞത്, ഇന്നലെ CBCI പ്രസിഡന്റ് ഈ കന്യാസ്ത്രീയുടെ വീട്ടിൽ സന്ദർശിക്കാൻ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ CBCI പ്രസിഡന്റ് BJPയെ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നലെ ഇവിടുത്തെ നമ്മുടെ മെത്രാപ്പോലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയോട് ചോദിച്ചപ്പോൾ ബജരംഗ് ദൾ എന്ന് പറയുന്ന പേര് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ആ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നത് വലിയൊരു കുറ്റമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബജരംഗ് ദൾ പ്രവർത്തകരാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് പറഞ്ഞത് ഈ കന്യാസ്ത്രീകളാണ്. ആ കന്യാസ്ത്രീകളെ വിശ്വാസത്തിലെടുത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വലിയ അപകടകരമാണ്. ഞാൻ പറഞ്ഞത്, ഇനിയും ഇവരെ തലോടുന്ന സമീപനമുണ്ടായാൽ വിശ്വാസികൾ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് ഈ ബിഷപ്പുമാർ കരുതരുത്. വിശ്വാസികൾ ഒരുമിച്ച് രംഗത്തിറങ്ങും. ഇന്ന് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ആഹ്വാനം ചെയ്തപ്പോൾ അവിടുത്തെ ബിഷപ്പ് പോലും വിചാരിച്ച് കാണില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്കവാറും എല്ലാ ഫൊറോനകളിലും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അഭൂതപൂർവമായ പിന്തുണ വിശ്വാസികളിൽ നിന്നുണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു മാറ്റത്തിന് സമയമായിരിക്കുന്നു. ഇനി ബിഷപ്പുമാരെ ആരുടെയെങ്കിലും അടുത്ത് കേക്ക് കൊണ്ടുപോയോ അല്ലെങ്കിൽ ക്രിസ്മസ് ആശംസ നേർന്നത് കൊണ്ട് കാര്യമില്ല. താഴെത്തട്ടിൽ വിശ്വാസികളെ കണക്കിലെടുക്കാൻ കഴിയണം. അത് കഴിയാത്തതാണ് പ്രശ്നം. അതെ അതെ, കിരീടം കൊണ്ടുപോയി പള്ളിയിൽ കൊടുത്തിട്ട് കാര്യമില്ല, താഴെത്തട്ടിൽ വിശ്വാസികൾ കഴിഞ്ഞു എന്നാണ് ഷൈജു ആന്റണി പറഞ്ഞത്. ഓരോ മിനിറ്റ് വീതമാണ് ഇനി ഷാബു പ്രസാദിനും നിതീഷിനുമായി തരാനുണ്ടാകുക. ഷാബു പ്രസാദ്, അപ്പോൾ ഈ വിശ്വാസികളെ ഇങ്ങനെ പറ്റിച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് കരുതേണ്ടതില്ല. പക്ഷേ ഈ മിഷനറിമാരെ, ഈ രണ്ട് കന്യാസ്ത്രീകളെ അവിടെ നിന്ന് രക്ഷിച്ച് ജാമ്യം നേടിക്കൊടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ വീട്ടിലാക്കാമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ശ്രമിക്കാം, സഹായിക്കാം എന്നാണ്. അല്ലാതെ അവരെ അവിടെ നിന്ന് പുറത്തിറക്കി അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ തുടരാൻ സമ്മതിക്കാമെന്നല്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഇനിയും ഉണ്ടാവില്ല അല്ലേ? നിയമത്തിന്റെ വഴിക്ക് പോകും. നിരപരാധികൾ ശിക്ഷിക്കപ്പെടില്ല എന്ന ഉറപ്പ് ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ്. ഇനി മറ്റൊന്ന്, ഇവിടെ ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത്, അതായത് കുറച്ച് ഈ നാട്ടിൽ തലയ്ക്ക് ബോധമുള്ളവർ ബജറംഗ് ദൾ എന്ന് പറയുന്നില്ല, RSS എന്ന് പറയുന്നില്ല. ആ പറയുന്നത് വലിയൊരു കുറ്റമാണ്. അങ്ങനെയാണ് തലയ്ക്കകത്ത് സ്ഥിരബോധമുള്ളവരും പ്രത്യേക താല്പര്യമില്ലാത്തവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ വിശ്വാസികളാണ് കൂടുതൽ. ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾ സമുദായ നേതാക്കന്മാരല്ല, വിശ്വാസികളാണ് കൂടുതൽ. അത് അവർക്ക് തലയ്ക്കകത്തെത്തിയ ഷൈജു ആന്റണി. അതുകൊണ്ടാണ് ഇനി അവരിലെ ഇനിയും നിങ്ങളായിട്ട് ബോധമില്ലായ്മ എത്ര കുത്തിവെക്കാൻ ശ്രമിച്ചാലും ഒട്ടും കാര്യവുമില്ല. മണിപ്പൂരിന്റെ പേരിൽ നിങ്ങൾ കുറെ ശ്രമിച്ചതാണ്, അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം നടത്തുക, നിങ്ങൾ നിങ്ങളുടെ ഈ ജൽപ്പനങ്ങൾ തുടരുക. തലയ്ക്ക് ബോധമുള്ള നാട്ടിലെ ആൾക്കാരുണ്ട്, അവരത് ചെയ്തു. ശരി, നിതീഷ് അവസാനമായി താങ്കളോടാണ് ചോദ്യം. ഈ പറഞ്ഞ രീതിയിൽ ജാമ്യമൊക്കെ നേടിക്കൊടുത്ത് ഇവരെ വീണ്ടും എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്? അതിനു മുമ്പ് മണിപ്പൂരിൽ എന്തോ സംഭവിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മണിപ്പൂരിൽ 2 ലോക്സഭാ സീറ്റാണ് ഉള്ളത്. ആ 2 ലോക്സഭാ സീറ്റിൽ ആരെയാണ് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് മണിപ്പൂരിലെ ജനങ്ങൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കാര്യമാണല്ലോ, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നിങ്ങൾ എതിർക്കാണ്. ഇതിൽ വിശ്വാസികളുടെയോ ഏതെങ്കിലും പ്രത്യേക മത വിഭാഗത്തിൻ്റെയോ മാത്രം വിഷയമൊന്നല്ല. നിങ്ങൾ എങ്ങനെയാണ് ഭരണഘടനയെ, ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ തകർക്കുന്നതെന്ന് ഈ നാട് കാണുന്നുണ്ട്. അതിനെതിരായ പോരാട്ടത്തിൽ ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു തരി മതനിരപേക്ഷതയുടെ കോട്ടയ്ക്ക് പോറലേൽപ്പിക്കാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കും. നിങ്ങൾ കോടതികളെ ഉപയോഗിക്കും, നിങ്ങൾ പോലീസിനെ ഉപയോഗിക്കും, നിങ്ങൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. എന്തെല്ലാം കൊണ്ടുവന്നാലും സംഘപരിവാരത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ജനത ഇവിടെ ഉണ്ടാകും.
ഇതും പുതിയൊരു തിരിച്ചറിവാണ് പല ആളുകൾക്കും. ആ സമരം ശക്തിപ്പെടുക മാത്രമേ, അത് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ വിറളി പിടിക്കുന്നത്. എത്ര വിറളി പിടിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകും. ഇത് പലരും ഓർമ്മിപ്പിച്ചതാണ്. അത് ആദ്യം നിങ്ങളുടെ അടുത്തെത്തും, പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് വരും. ഏറ്റവും ഒടുവിൽ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടാകുമെന്ന് ഇന്നിപ്പോൾ അത് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടർ, എല്ലാം നേടിയെന്ന് കരുതി ഒപ്പം നിന്ന് പിന്തുണച്ചവർ ഇന്ന് റോഡിലിറങ്ങിയിരിക്കുകയാണ്. കൈവിട്ട് എന്നാണ് നേരത്തെ ഷൈജു ആൻ്റണി പറഞ്ഞത്. അതുതന്നെയാണ് ശരി. അങ്ങനെ ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കരുതി ആദ്യം തന്നെ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഇറക്കം. അതിനി എങ്ങോട്ടേക്ക്, ഇനി അടുത്ത ദിവസങ്ങളിൽ എവിടേക്ക് എത്തിച്ചേരും എന്നുള്ളത് തിരിച്ചറിയുമ്പോഴും ഇന്ന് ഈ ചർച്ചയിൽ ഷാബു പ്രസാദ് കാണിച്ച അതേ വികാരം, ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ കൈകൂപ്പി കൈരളിയുടെ ചോദ്യങ്ങളോട് വിട പറഞ്ഞു പോയ അതേ വികാരം, അതുപോലെ പ്രാർത്ഥിച്ചാൽ മതി കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാൻ പറ്റുമെന്ന അദ്ദേഹത്തിൻ്റെ വിവേകം, ഇതൊക്കെ തന്നെ ആയിരിക്കുമോ ഇനിയും BJP ഇക്കാര്യത്തിൽ ആവർത്തിക്കുക? കാത്തിരുന്ന് കാണാം. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് നിതീഷ് നാരായണൻ, ഒപ്പം ഷാബു പ്രസാദ്, ഷൈജു ആൻ്റണി. ന്യൂസ് അവസാനിക്കുന്നു.